കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് കറിയുടെ തിരോധാനത്തിൽ അന്വേഷണം നടത്താൻ കണ്ണൂർ കോഴിക്കോട് റൂറൽ എസ്പിമാർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. സിജോസ് കറിയ തിരോധാനം 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. അജി കുഞ്ഞുമോൻ കോഴിക്കോട്. അജി, 10-15 വർഷം മുമ്പ് സിജോയെ കാണാതായതാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വാണിയപ്പാറ ഒരു കല്ലറയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. അതിൽ ഒരു മൃതദേഹം പായൽ പൊതിഞ്ഞാണ് കണ്ടെത്തിയത്. ഇവിടെ തുടങ്ങിയ സംശയമാണ് കോഴിക്കോട് സിജോയുടെ തിരോധാനം കല്ലറയുമായി എങ്ങനെ ലിങ്ക് ചെയ്ത് നിൽക്കുന്നു, ഈ കേസ് ഇതുമായി എങ്ങനെ കണക്ട് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബം സംശയം എന്ന കണക്കെ ഉയർത്തുന്നത്. അന്വേഷണം അതിന് എങ്ങനെയാകും അജി? തീർച്ചയായിട്ടും സുഹേൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പോലീസ് തന്നെയാണ്. അതായത് കുടുംബത്തിന്റെ ഒരു സംശയം സുഹേൽ ഇവിടെ വരാൻ കാരണം, ഈ സിജോയെ 2011 വിലങ്ങാടാണ്, കോഴിക്കോട് വിലങ്ങാടാണ് സിജോയുടെ വീട്. 2014 സിജോ കോഴിക്കോട്ട് നിന്നും കണ്ണൂരിലെ വാണിയമ്പാറ ഉണ്ണിമിശിഹ പള്ളിക്ക് സമീപമുള്ള ഭാര്യ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്നും 2020 മുതൽ ഈ സിജോയെ കാണാനില്ല. സിജോയെ കാണാതായതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ പരാതി നൽകുന്നു. അന്ന് പറഞ്ഞത്, ഭാര്യ വീട്ടുകാർ പറഞ്ഞത്, വീട്ടിൽ വഴക്കുണ്ടാക്കിയതിനു ശേഷം വാക്കുതർക്കമുണ്ടായി, അതിനുശേഷം സിജോ വീട്ടിൽ നിന്ന് പോവുകയാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് ബന്ധുക്കൾ പരാതി നൽകുന്നു. അതായത് സിജോയുടെ മാതാവ് അടക്കം പരാതി നൽകുന്നു. മകൻ എവിടെ എന്ന് അറിയാൻ കഴിയുന്നില്ല. അത്തരത്തിൽ പോലീസിനടക്കം പരാതി നൽകുന്നു. പോലീസ് അജ്ഞാത മൃതദേഹം അടക്കം പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനിടെയാണ് സിജോയുടെ ഭാര്യ വീടിന് സമീപമുള്ള കണ്ണൂർ ഈ വാണിയമ്പാറയിലെ ഉണ്ണിമിശിഹ പള്ളിയിൽ സെമിത്തേരിയിൽ 2 മൃതദേഹം കാണുന്നത്. ക്രൈസ്തവ ആചാരപ്രകാരം ഒരിക്കലും ഒരു മൃതദേഹം പായിൽ പൊതിഞ്ഞ് കല്ലറയിൽ സംസ്കരിക്കേണ്ടതില്ല. ക്രൈസ്തവ ആചാരം, സംസ്കാര ശുശ്രൂഷകളൊക്കെ ആ തലത്തിലാണ് നടക്കുന്നത്. എങ്ങനെയാണ് പായിൽ പൊതിഞ്ഞു കെട്ടിയ ഒരു മൃതദേഹം അവിടെ വന്നത്? അപ്പോൾ സിജോയുടെ വീട്ടുകാർക്ക്, ഈ സിജോസ് കറിയുടെ വീട്ടുകാർക്ക് വലിയ തരത്തിലുള്ള സംശയമായി. തീർച്ചയായിട്ടും ഭാര്യയുടെ വീടിൻ്റെ അടുത്താണ്, വർഷങ്ങൾക്ക് മുൻപ് കാണാതായതാണ്. ആ മൃതദേഹത്തിന്റെ DNA പരിശോധന നടത്തണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. സിജോയുടെ മാതാവടക്കം രംഗത്ത് വരുന്നു, സിജോയുടെ ബന്ധുക്കളടക്കം രംഗത്ത് വന്നു. തുടർന്ന് ഇവർ സംസ്ഥാന പോലീസ് മേധാവിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. മുഖ്യമന്ത്രിക്ക് ഇന്നലെയാണ് പരാതി നൽകിയത്. ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ അടിയന്തരമായ നിർദ്ദേശം കണ്ണൂർ, ഒപ്പം തന്നെ കോഴിക്കോട് പോലീസ് മേധാവികൾ, റൂറൽ പോലീസ് മേധാവിമാർക്ക് വരികയാണ്. ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു നിർദ്ദേശം വരികയാണ്. സുഖേൽ, ഏതായാലും പോലീസ് ചൂരലട അഴിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.